ത്രിയേക ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യാശയുടെ ഈ പുതിയ പുലരിയിൽ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലൂക്കോസ് 24:6. ആമേൻ എന്ന സിനിമ നമ്മൾ എല്ലാവരും കണ്ടതായിരിക്കാം. അതിലെ നായകനായ സോളമൻ തന്റെ വാദ്യോപകരണമായ ക്ലാരനെറ്റ് എത്രയൊക്കെ വായിക്കാൻ ശ്രമിച്ചാലും സാധ്യമായിരുന്നില്ല. അങ്ങനെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പഴി കേട്ട് ജീവിതം പരാജയമായി പോയവന്റെ കഥ. എന്നാൽ ക്ലൈമാക്സിൽ ഇതേ നായകൻ തന്റെ ക്ലാരിനെറ്റ് വായിക്കുന്നത് കേട്ട് എല്ലാവരും അമ്പരം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും ഗതി പിടിക്കുകയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ വിജയിച്ചു. ഇതിനുമെല്ലാം അപ്പുറമായിട്ടായിരുന്നു കർത്താവ് അനുഭവിച്ച പീഡകളും മരണവും. എന്നാൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് കർത്താവ് തന്റെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. വിജയാഘോഷത്തിന്റെ ഈ ദിനത്തിൽ ചുരുക്കമായി 2 ചിന്തകൾ പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നത്, വാഗ്ദത്തം പാലിക്കുന്നവനായ ഒരു നല്ല ഇടയനാകുന്നു നമ്മുടെ കർത്താവ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: അവർ അവനെ പരിഹസിച്ച് അവമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇടയനായ എന്നെ അവർ ഇല്ലാതാക്കുമെങ്കിലും ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളോട് ഒപ്പം ഉണ്ടാകുമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് നൽകിയ വാഗ്ദത്തം പാലിച്ചു. തകർന്ന തരിപ്പണമായിരിക്കുന്ന സമയത്ത് ആശ്വാസം പകരുവാനായി മാത്രമല്ല കർത്താവ് ആ ഒരു വാഗ്ദാനം നൽകിയിരുന്നത്, അത് പാലിക്കും എന്ന ദൃഢനിശ്ചയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വാഗ്ദാനം കർത്താവ് നൽകിയത്. അവൻ നമ്മളോടും നൽകിയിരിക്കുന്ന വാക്ക് ഇതാകുന്നു: വിഷമതകൾ ജീവിതത്തിൽ ഉണ്ടായാലും മനുഷ്യർ നൽകിയ വാക്കുകൾ അവർ മറന്നാലും കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സമയം എല്ലാം ശരിയാകാൻ എടുക്കുന്നതിന് അർത്ഥം കർത്താവ് നമ്മെ മറന്നുപോയി എന്നല്ല, അവന്റെ സമയം ആയിട്ടില്ല എന്നതാകുന്നു. അതുകൊണ്ട് കർത്താവിന്റെ സമയത്തിനായി കാത്തിരിക്കുക, എല്ലായ്പ്പോഴും അവനോട് ചേർന്ന് നടക്കുക. അവൻ വാക്കുമാറാത്തവനായ ദൈവമാകുന്നു. അവൻ നമ്മെ എല്ലായ്പ്പോഴും നടത്തും. രണ്ടാമതായി ഞാൻ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും കൂടെ വരുന്നവനായ ക്രിസ്തു. ഡെത്ത് ദി ലെവലർ എന്ന വിശ്വവിഖ്യാതമായ ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട്. ഒരു പക്ഷേ നമ്മളിൽ പലർക്കും പരിചയം കാണാം. ഈ ഒരു കവിതയിൽ പരാമർശിച്ചിരിക്കുന്നത് മരണം സർവരെയും തുല്യമാക്കുന്നു എന്നതാകുന്നു. മരണത്തിന് മുൻപിൽ രാജാവെന്നോ അടിമയെന്നോ എന്ന പന്തിപക്ഷമില്ലാതെ എല്ലാവരെയും മരണം കീഴടക്കുന്നു. എന്നാൽ ആ തുല്യതയെ തകർത്ത് വിജയിച്ചവരാണ് നമ്മുടെ ക്രിസ്തു. മരണം പോലെ നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഏതിനെയും കർത്താവ് കൂടെയുണ്ടെങ്കിൽ അതിനെയെല്ലാം നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്നവരാണെങ്കിൽ പോലും ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനിൽ ശരണപ്പെടുക, അവനിൽ മാത്രം ആശ്രയിക്കുക. കർത്താവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകും. നോമ്പിന്റെ അവസാന ദിവസമായ ഇന്ന് നോമ്പ് എന്ന വാക്കിനെ ഞാൻ ഇപ്രകാരം വ്യാഖ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു: ഭൗതിക നോവുകളെ സ്വർഗീയ ഇമ്പമാക്കി തീർക്കുക. ഭൗതിക നോവുകളെ സ്വർഗീയ ഇമ്പമാക്കി തീർക്കുക. അതിന് കർത്താവിനോടൊപ്പം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ എല്ലാവരെയും തുണ ചെയ്യട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ആത്മീയ ബലം കർത്താവ് ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.